കഴിച്ച് ഇവിടെ ഒരു പാമ്പ് കുഞ്ഞിനെ കണ്ടു കഴിച്ചു. എല്ലാവരും കൂടെ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയത്. ഇതാണ് നമ്മൾ ഇഷ ഫൗണ്ടേഷൻ ഇല്ലേ, ആദിയോഗി, അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം രാത്രിയായി, അവിടെ ലൈറ്റനിങ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ ഇപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് മഴ ആയതുകൊണ്ട് ഒത്തിരി ലേറ്റായി. ലേസർ ഷോ ആയിരുന്നു, ലേസർ ഷോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് 7 മണിക്ക് എങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അത് കാണാൻ പറ്റുമോന്ന് അറിയില്ല. ഇവിടെ എന്തോ ഈ കടയാണോ ഇത്? നമുക്ക് തിരിച്ചു വീടോട്ട് കയറിയാൽ മതിയായിരുന്നു. പിള്ളൈ കിച്ചന്, വിശ്വനാഥൻ പിള്ളൈ സൈഡിൽ കൂടെ എഴുതി വെച്ചേക്കുന്നു. ഈ സൈഡിൽ എന്തോ ഉടുപ്പി മലയാളികളുടെ കട ആണോ, പിള്ളക്കൊച്ചാട്ടന്റെ കട. ഞങ്ങൾക്ക് ഇനി ആ ലേസർ ഷോ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒത്തിരി ഇപ്പൊ 7:30 ഒക്കെ ആകാറായി, 7:15 കഴിഞ്ഞു. അവിടെ 7 മണി തൊട്ട് 7:15 വരെ കണ്ടായിരുന്നു ലേസർ ഷോയെ. ഇതിപ്പോ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങള് ഒന്നുകൂടെ വരുന്നതായിരിക്കും. ഞങ്ങൾ ഇത്രയും നേരം വന്നിടത്ത് ഭയങ്കര മഴയും പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡും ആയിരുന്നു. അങ്ങോട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാ വന്നത്. എല്ലാരും പറന്നു പോവാ. ഇനി ഞങ്ങള് നമുക്ക് ഇവിടുന്ന് മഴ ഇത്രയും നേരം പെയ്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ചാറ്റുന്നു. റോഡൊക്കെ ഇപ്പൊ ഇത്രയും നേരം ഇതായിട്ട് കിടക്കുന്നു. വണ്ടി കയറി പോകുന്ന മേലിക്കൂടെ ആ പാറയുടെ വഴി അങ്ങ് പാറയുടെ മണ്ടയ്ക്കൊക്കെ സെറ്റപ്പ് തുടങ്ങി കേട്ടോ. അത് കിട്ടും കിട്ടും. ചക്കുപ്പി കണ്ടോ കണ്ടോ? He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed.
Devi Parvati, seeing Adiyogi, reveling in ecstatic states, said, I want to have what you have. Show me the way. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Ganas, his constant companions, asked, what about us? Adiyogi said, just drink of me, which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. Spectacular being is not of the past, but the future of humanity.
to move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. Yoga Yoga Yogeshwaraya, Bhuta Bhuta Bhuteshwaraya, Kala Kala Kaleshwaraya, Shiva Shiva Sarveshwaraya, Shambha Shambha Mahadevaya. അവിടെ അല്ല, അവിടെ എന്തോ പൂജ നടക്കുന്നുണ്ട്. താഴെ കണ്ടോ? താഴെ പൂജ നടക്കുന്നുണ്ട്. ಆದಿಯೋಗಿ ದಿವ್ಯ ದರ್ಶನವು ಎಲ್ಲಾ ದಿನಗಳಲ್ಲೂ ಇರುತ್ತದೆ. ಹೊರಡುವ ಮುಂಚೆ ಯೋಗೇಶ್ವರ ಲಿಂಗ ಮಂಟಪದಲ್ಲಿ ನೀವು ವಿಭೂತಿ ಪ್ರಸಾದ ಮತ್ತು ಆರತಿಯನ್ನು ಸ್ವೀಕರಿಸಬಹುದು. ಆದಿಯೋಗಿ ದಿವ್ಯ ದರ್ಶನ will happen on all days. You can receive vibhuti prasadam and arati at Yogeshwara Linga before you leave. എന്നാ കേക്കത്തില്ല ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. നോക്ക്, എന്തോ തിരക്കായിരുന്നു. നോക്ക്, ഞങ്ങൾക്ക് എന്തായാലും ബാക്കിയുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ വരുന്ന മെയിൻ കവാടം എന്ന് പറയുന്നതുകൊണ്ട് ആ ക്ഷേല് ഇപ്പൊ നമ്മൾ അതിലല്ല കയറ്റി വിട്ടത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന എവിടോ ആണ്. ഭയങ്കര തിരക്കുമാണ് ഗൈസ്. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇനി തപ്പി പിടിച്ച് പോണം. ആ കട, ആ കട നമുക്ക് കഴിക്കാൻ പറ്റിയ കടകളൊന്നുമല്ല ഇവിടെ. ഭയങ്കര അതൊന്നും നമുക്ക് എന്തോ വാങ്ങിക്കാനാ. ഈ പോകുന്നതിന്റെ ഒരു 50 ഇരട്ടി ആളാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഞങ്ങളിത് കാണാതെ തിരിച്ചു പോയാലെന്ന് ഒരു ആലോചിച്ചായിരുന്നു. പക്ഷെ വരുന്ന വഴി പിന്നെയും അങ്ങ് പോയേക്കാന്ന് വിചാരിച്ച്. ചക്കുപ്പിയാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങിയും പോയി. അവന് വിശക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മൂസും ഞങ്ങളെല്ലാം കൂടെ നാട്ടിൽ ഉത്സവമൊക്കെ കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഇപ്പോൾ നോക്കി. നാട്ടിൽ ഉത്സവം നാടകമൊക്കെ കഴിഞ്ഞിട്ട് വെളുപ്പാങ്ങത്ത് പോകുന്നതിൻ്റെ ഞാൻ അമ്മയും മോനും കൂടെ നടന്നു പോകുന്നു. ഇനി ഞങ്ങൾക്ക് പോകുന്ന വഴി നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ അയ്യോ എന്തൊരു മഴയായിരുന്നറിയോ. മഴയും വെള്ളവും അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര ബ്ലോക്കും. എങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് ദൈവം ഇവിടെ കൊണ്ടുവന്നത് കാണിക്കാനായിട്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ മുടക്കാറ്. ഇത് ചുറ്റിനും മലയാട്ടോ. ഈ മലയുടെ നടുക്കാണ് ഈ ആദിയോഗി ഇരിക്കുന്നത്. പകല് വന്നാൽ ഇതെല്ലാം കാണിക്കാൻ. പകല് ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം കൂടെ വരാം. ഇല്ലടി അപ്പോൾ അത് പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. ഇപ്പം അവിടെ പോച്ചയൊക്കെ ഇട്ടിട്ട് വലിയ ചൂടൊന്നും കാണത്തില്ല. അപ്പം ഞങ്ങളെ പഞ്ചക്കൂട്ടനെ എവിടെയാണെന്ന് പോയി ആദ്യം കണ്ടുപിടിക്കണം. അതുകൊണ്ട് അവിടെ എങ്ങാണ്ട് ഇവിടെ ആണെന്ന് തോന്നുന്നു. കഴിച്ച് ഇവിടെ ഒരു പാമ്പ് കുഞ്ഞിനെ കണ്ടു കഴിച്ചു. എല്ലാവരും കൂടെ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയത്. അമ്മച്ചിമാരൊക്കെ ദർശനം കിട്ടിയെന്ന് പാമ്പ് കയറി കൊത്തിട്ട് ഇതിലൊക്കെ പറയൂ. ആ ദേണ്ടാ പൊരി പൊരി. ആ ചക്കു നോക്കി കിടക്കട്ടാ തറയിലൊക്കെ ഉണ്ട്. എല്ലാം കടന്ന് ചുരുണ്ടപ്പോ എണ്ണിച്ച് ഓടി തരും. അയ്യോ വണ്ടിയൊക്കെ പിടിച്ച് വന്നേക്കുന്നു ഗൈസ്. മഴ ചാർന്ന്. ഞാൻ അമ്മൂസും ചക്കുപ്പിയും കൂടെ വണ്ടിയൊക്കെ കയറാൻ പോകുന്നു. ഞങ്ങളുടെ വഞ്ചിക്കൂടെ ഒന്നുണ്ട് അവിടെ കിടപ്പുണ്ട്. കണ്ട മൊത്തം ചള്ളയാൻ തോന്നാൻ. നാളെ ഇനി അവന് എടേ പെട്ടെന്ന് പടി. അമ്മോ മഴ ചാർന്നടി. ഉണ്ട് ഗൈസ്. ഞങ്ങൾക്ക് എന്തായാലും ഭാഗ്യം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇത്.
എന്താ നമ്മൾ നിങ്ങൾ മുത്ത് കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് 3 പേര് ഇത് ഫസ്റ്റ് ടൈമാ ഗൈസ് കാണുന്നേ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാല് ഞങ്ങളാണെങ്കിൽ നെറ്റി നോക്കിയപ്പം മുത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് 7:20 ആകുമ്പോ തുടങ്ങുമെന്നാ. പക്ഷേ ഞങ്ങള് ഇവിടെ അടുക്കാറായപ്പോ നെറ്റ് നോക്കിയപ്പം 7 മണി തൊട്ട് 7:15 വരെ കാണിച്ച്. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു. ഞങ്ങളെന്നാ ഇടയ്ക്ക് വെച്ച് ഒന്നാമത് ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ. ചക്കു ആണെങ്കിൽ വിശന്ന് ഉറങ്ങിയും പോയി. അപ്പം ഞങ്ങൾ ഓർത്ത് ഇനി എന്നാ തിരിച്ചങ്ങ് പോകുന്നവർക്ക് എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെയും മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഇത്രയും വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തായാലും എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാ. ഞങ്ങളുടെ ഭാഗ്യത്തിന് അത് 7:20 ഞങ്ങൾ അവിടെ ചെന്നേ. പക്ഷെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് അത് തുടങ്ങിയത്. ഞങ്ങൾ ഭാഗ്യത്തിന് അവിടെ മഴയില്ല. ഞങ്ങൾ തിരിച്ചു വന്ന് ഇപ്പൊ കാറെ കേറിയപ്പോ പിന്നെയും മഴ തുടങ്ങി. ഞങ്ങൾ കാറെ കേറുമ്പോ മഴ പെയ്തോണ്ടിരിക്കും. ഞങ്ങൾ കാറിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ മഴയില്ല, കാറെ കേറുമ്പോ മഴ. അങ്ങനെയായിരുന്നു ഗൈസ്. എന്തായാലും ഇന്ന് ഒരു തുള്ളി മഴ നനഞ്ഞില്ല, പക്ഷെ പോകുന്ന വഴി മൊത്തം മഴയാണ്. അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ കയറാന്ന് പറഞ്ഞപ്പോൾ ചക്കുന് മാക്ഡൊണാൾഡ്സിൽ കയറി ബർഗർ തിന്നണമെന്ന്. അങ്ങനെ ഇരിക്കുന്നുണ്ടോ ബർഗർ തിന്നാൻ ഇവിടെ ഒരാള്. അങ്ങനെ പിന്നെ മാക്ഡൊണാൾഡ്സ് കണ്ടുപിടിച്ച് ഞങ്ങൾ വന്നതാണ് ബർഗർ തിന്നാൻ വേണ്ടിയിട്ട്. അയ്യോ കറണ്ട് പോയി. ചക്കുന് ഇപ്പൊ തന്നെ ബർഗർ വേണോ? എനിക്കാണെങ്കിൽ നല്ലതായിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാനായിരുന്നു തോന്നിയത് ഹോട്ടലിൽ കയറിയിട്ട്. പക്ഷെ അവന് ബർഗർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നാ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങ് കുറേ കടയുണ്ട് കേട്ടോ, വലിയ ബ്രാൻഡ് കട. ചക്കുപ്പിയുടെ ബർഗറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് താടിക്കായും കിടന്നിട്ട്. പുറത്ത് നല്ല കിഴകാച്ച് മഴ. അകത്തെ ചക്കുപ്പി നോക്കിയിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും നോക്കി. ഭയങ്കര മഴയാണ് കഴിച്ച്. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പോലും കാണാൻ പറ്റത്തില്ല. റോഡ് ഫുള്ള് ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുക. വണ്ടിയൊക്കെ വെള്ളം അടിക്കുന്നുണ്ടോ കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡിലൊക്കെ പോയിട്ട് പോകത്തില്ല. അതുപോലെ അങ്ങനെ ഞങ്ങളുടെ സാധനം വന്നേ. ചക്കുപ്പി അത് ബർഗർ നിന്റെ എടുത്ത് തിന്നോ. 2 ബർഗർ, 2 കോക്ക്, പിന്നെ കുറച്ച് ഫ്രൈഡ് ചിക്കന്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങളൊന്ന് കഴിച്ച് അകത്താക്കിയിട്ടെ. ഉച്ച തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. വിശന്ന് കൂറുത്തിരിക്കുകയാണ്. ചക്കുപ്പി അച്ഛൻ കുടിച്ചേരാടാ. അല്ലേ അമ്മ തുറന്നു കൊടുക്കടി. തിരിച്ച് വെക്ക്. അത് മറിച്ച് വെച്ചേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി മെഷീൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വന്ന് നിൽക്കുന്നവർക്ക് ആർക്കും ഇത് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാം.